കുറച്ച് കയ്പുള്ള വിഭവമായിട്ടാണ് ഒരു കൈപ്പക്ക പുളിങ്കറി. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുക അമ്മ ഇന്നെന്താ കറി എന്നാണ്. അപ്പൊ കൈപ്പക്ക കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ മുഖം ചുളിയും. അങ്ങനെ ഒരു പ്രാവശ്യം എന്റെ അച്ഛന്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ടാകുമ്പോഴാണ് ഞാൻ ഈ കറി കൂട്ടുന്നത്. അതിനുശേഷം ഞാൻ പല പ്രാവശ്യം ഇത് ട്രൈ ചെയ്തു. ഭയങ്കര ടേസ്റ്റ് ആണ് ഈ കറി. നിങ്ങൾ കഴിക്കുന്നത് കൈപ്പക്കാന്ന് കൂടി നിങ്ങൾക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു 2 കയപ്പ, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, 2 പച്ചമുളക്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3ഓ 4ഓ കൂടി എടുക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പില, പിന്നെ വെള്ളം. ഇത് നമുക്ക് ഈ കറിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് വെള്ളം. പിന്നെ ഉപ്പ്, പിന്നെ പൊടികളായിട്ട് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ താളിക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവ, കടുക്, ഉണക്കമുളക്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ കയപ്പ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കയപ്പ കട്ട് ചെയ്തെടുക്കാം. കയപ്പ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ചെറുതായി തന്നെ കട്ട് ചെയ്യാൻ നോക്കണം. ഇതുമാതിരി കട്ട് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ കയപ്പയും. ഞാനൊക്കെ കയ്പ മുറിച്ച് കഴിഞ്ഞാല് എപ്പോഴും ഭയങ്കര കയ്പായിരിക്കും കറിക്ക്. അതുകൊണ്ട് തന്നെ ഞാനിത് അരമണിക്കൂർ മുമ്പേ കയ്പ ഒരു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ കയ്പ മുറിച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ആ കറി കൂട്ടുമ്പോൾ നമുക്ക് ഒട്ടും കയ്പ് ഫീൽ ചെയ്യില്ല. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാനൊക്കെ കയ്പ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കയ്പാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കയ്പയൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് മാതിരി ഇതേമാതിരി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയപ്പയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ ഒരു 1/4 ഭാഗമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരൽപ്പം ഉപ്പ്. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊതിർത്ത് വെച്ച പുളിവെള്ളം ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് കയ്പ് മുഴുവൻ ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിന്റെ 3 വിസിൽ ആയതിനു ശേഷം ഗ്യാസ് മുഴുവൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ നോക്കിയാൽ കാണാം കയ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളം നല്ലതുപോലെ വെള്ളമുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്നൊരു ഒരൽപ്പവും, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇടാം. ഇവിടെ എനിക്ക് മധുരം കുറച്ച് അധികം വേണം. എൻ്റെ ഹസ്ബൻഡിനൊക്കെ മധുരം കുറച്ച് അധികം ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു വലിയ കഷ്ണം തന്നെ വെള്ളം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടി, ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി, ഇത് രണ്ടും നമുക്ക് ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റി വരണം. ചെറുതായിട്ട് നമുക്ക് ഈ കയ്പ ഒന്ന് അമർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്പൂണ് വെച്ച് തന്നെ നന്നായി വെള്ളം ഒക്കെ വറ്റി വരണം. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. ഇപ്പൊ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഉപ്പ് ഒരല്പം കുറവാണ്, ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. മധുരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പൊ ഷുഗർ എല്ലാം ഉള്ളവരുണ്ടെങ്കിൽ മധുരം ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി വറ്റി വരട്ടെ.
ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം. ഇത്രയും വെള്ളം നിന്നോട്ടെ, അധികം വെള്ളം വറ്റിക്കണ്ട. നമ്മൾ ചോറിന്റെ കൂടെയൊക്കെ നമ്മളിപ്പോ ചോറിന്റെ കൂടെയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഇത്രയും വെള്ളം നിൽക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ചിടണം. ഞാൻ ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം താളിക്കുന്നത് കാണിക്കാം. ഞാനിവിടെ താളിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ആ കറിക്ക് ഒരു നാടൻ ടേസ്റ്റ് വരിക. നമ്മൾ സൺഫ്ലവർ ഓയിൽ ആക്കുമ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൽപ്പം കടുക്, ഒരൽപ്പം ഉലുവ, അത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. ഒന്ന് സിമ്മിൽ വെച്ചിട്ട ഉലുവയും കടുകും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും ഞാൻ അതിലേക്ക് ചേർത്താണ്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് മിക്സ് ചെയ്യാം. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കറി തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. ഈ കറി നിങ്ങൾക്ക് മെയിൻ കറിയായിട്ടോ അല്ലെങ്കിൽ ഒരു തൊട്ട് കറിയായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.